ഇതുവരെ രണ്ടേ രണ്ട് ഇന്റർസ്റ്റെല്ലർ കോമറ്റ്സിന് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2017 ഒമുമുവ, 2019 ബൊറിസോവ്. ഇവൻ മൂന്നാമനായതുകൊണ്ട് തന്നെ 3i. ഐ എന്നാൽ ഇന്റർസ്റ്റെല്ലർ ആണ്. ഇനി ഇവനെ കണ്ടുപിടിച്ച അറ്റ്ലസ് ടെലിസ്കോപ്പിന്റെ പേരുകൂടി ചേർത്തപ്പോ ഇവന്റെ പേരിടയിൽ കർമ്മം പൂർത്തിയായി. 3i അറ്റ്ലസ്. നേരിട്ടൊരു കോമറ്റിനെ കാണാൻ കഴിയുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ടെലിസ്കോപ്പിലൂടെ പോലും പലപ്പോഴും ഇവയെ കാണാൻ കഴിയാറില്ല. അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു കോമറ്റിനെ ആയിരിക്കും കാണാൻ കഴിയുക. അതായത് നമ്മുടെ സൂര്യനെ ചുറ്റുന്ന ഏതെങ്കിലും ഒരു കോമറ്റ്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് വെളിയിൽ നിന്ന് ഒരു കോമറ്റ് വരുന്നത്. നല്ലൊരു അടിപൊളി ഇന്റർസ്റ്റെല്ലർ കോമറ്റ് 3i അറ്റ്ലസ്. ഇവനെ പറ്റി നമുക്ക് അറിഞ്ഞാലോ? ഭൂമിയിൽ നിന്നൊരു വസ്തുവിനെ ബഹിരാകാശത്ത് എത്തിക്കണമെങ്കിൽ സെക്കൻഡിൽ 11 കിലോമീറ്റർ എന്ന വേഗതയിൽ മുകളിലേക്ക് എറിഞ്ഞാൽ മതി എന്ന് പറയാറില്ലേ? അതായത് ഭൂഗുരുത്വത്തെ അതിജീവിക്കാൻ കഴിയുന്നത്ര സ്പീഡ്. സെക്കൻഡിൽ 60 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പിടിച്ചു നിർത്താൻ കഴിയാത്തത്ര സ്പീഡാണ്. എന്തായാലും ഭൂമിക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. അതായത് നമ്മുടെ ഭൂമിയെ ആക്രമിക്കാതെ ഇവനങ്ങ് കടന്നു നിൽക്കോളും. ഇപ്പൊ ആള് 67 കോടി കിലോമീറ്റർ അകലെയാണുള്ളത്. നിലവിലെ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ സൂര്യനെ അപേക്ഷിച്ച് സെക്കൻഡിൽ 60 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇവന്റെ യാത്ര. അതായത് 10 സെക്കൻഡ് കൊണ്ട് ആള് നമ്മുടെ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സഞ്ചരിച്ചു കളയും. ഈ ഒരു വേഗത കൊണ്ട് തന്നെയാണ് ഇവൻ സോളാർ സിസ്റ്റത്തിൽ നിന്ന് വെളിയിൽ നിന്നാണ് വന്നത് എന്ന് പറയുന്നത്. കോമറ്റ് ആയതുകൊണ്ട് തന്നെ നിറയെ വാതകങ്ങളും ഐസും ഒക്കെയാവും ഇവനിലുണ്ടാകുക. ഇനി വാതകങ്ങളും വാട്ടർ മോളിക്യൂൾസും ഒക്കെ ചേർന്ന ഏകദേശം 25,000 കിലോമീറ്റർ നീളം വരുന്ന വാലും ഇവനുണ്ടാവാം. ഇനി കൃത്യമായി ഇതെല്ലാം പറയണമെങ്കിൽ ഇവൻ നമ്മുടെ ഭൂമിക്ക് അടുത്തൂടെ കടന്നു പോകണം, എങ്കിലേ നമുക്കത് പറയാൻ കഴിയും. ചുരുങ്ങിയത് ഒരു 24 കോടി കിലോമീറ്റർ എങ്കിലും അകലെ കൂടിയാവും ഇവൻ കടന്നു പോവുക. സ്റ്റാർട്ടിങ്ങിലെ ഒബ്സർവേഷൻ പ്രകാരം ഏകദേശം ഇവനൊരു 10 കിലോമീറ്റർ ഒക്കെ വലിപ്പമുണ്ടാകാനും സാധ്യത. ഇത് ശരിയാണെങ്കിൽ ഇതുവരെ നമ്മളെ കടന്നുപോയ കോമറ്റുകളെയൊക്കെ അപേക്ഷിച്ച് ഇവൻ ഏറ്റവും വലിപ്പമുള്ളതായിരിക്കും. നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് വരിക, എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് തിരികെ പോവുക. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ ഇവനെ കാണാൻ? എന്തായാലും സെപ്റ്റംബർ വരെ ഭൂമിയിലുള്ള ടെലിസ്കോപ്പുകളിലൂടെ ഇവനെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഇവനെ കാണാൻ കഴിയില്ല. സൂര്യന്റെ മറയിലാവും ഇവൻ. ഡിസംബറോടെ വീണ്ടും ഇവനെ കാണാൻ കഴിയും. ഒരു പ്രത്യേക രീതിയിൽ ഹൈപ്പർബോളിക് പാത്തിലൂടെയാണ് ഇവന്റെ യാത്ര. അതായത് ഒരു പ്രത്യേകമായ ഒരു വസ്തുവിനെ ചുറ്റിയല്ല ഇവൻ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ ഇവൻ കടന്നുപോയാൽ പിന്നീട് ഒരിക്കലും ഇവൻ തിരികെ വരില്ല. അതായത് ശരിക്കും ഒരതിഥി.